ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറൊന്നുമല്ല കേട്ടോ, ഇന്നത്തെ പോലെ ലുലുവിൽ കൊണ്ടുവന്ന് പിന്നെ ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, 2-3 ദിവസത്തെ വീഡിയോ കൂടിയിട്ട് നമ്മൾ ചെയ്യണതെന്ന്. ഇനി നാട്ടിൽ പോയിട്ട് അടുത്ത വീഡിയോ ഉണ്ടല്ലോ അങ്ങനെ. ഇത് പിന്നെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടതാണ് കേട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, കണ്ടോ ഞാൻ എടുത്തു എന്നുള്ളൂ, റോക്കറ്റ് പോലെ തോന്നി അങ്ങനെ. പിന്നെ എല്ലാ പ്രാവശ്യവും ലുലുവിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ മറക്കും. പിന്നെ നാട്ടിലേക്കും പോകല്ലേ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാ വർഷവും കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകാനായിട്ട് വാങ്ങാനായിട്ട് പോകണം കേട്ടോ. പിന്നെ അവിടെ പോയപ്പോഴുണ്ട് ഈ സംഭവം കണ്ടത്, ചക്കക്കുരു പോലെ എനിക്ക് തോന്നി. ഇത് ഓർഗാനിക് ബ്രസീലിനിട്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കണം, എന്താണെന്നറിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒരു ഫലൂഡ വാങ്ങി. ഫലൂഡ ഇല്ല കേട്ടോ, അവക്കാഡോൻ്റെ ഷേക്കാണ്. പിന്നെ ഞങ്ങൾ ഷേക്കും വാങ്ങിച്ചിട്ട് റോഡിൻ്റെ സൈഡിലിങ്ങനെ ഇരിക്കാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്പേസ് അവർ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇരിക്കായിരുന്നു. അവിടെ വെച്ചിട്ട് ആ ഷേക്ക് കുടിച്ചു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ തണവല്ലേ, അപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ചീട്ട് കളിക്കുന്നുണ്ട്, കുറേ പേര് ഫാമിലീസൊക്കെ വന്ന് ഒത്തുകൂടൽ, അങ്ങനെ എല്ലാവരും കാണാനുണ്ട്. ഇവിടെ വന്നിട്ട് ഈ സ്ഥലം ഞാൻ ഇതുവരെ എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ചേട്ടൻ കാണിച്ചു തരും. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും വണ്ടി തിരിച്ച് ഞങ്ങളുടെ ഇവിടേക്ക് വന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ തണവും എല്ലാം കൂടി ഇപ്പോൾ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരാളിങ്ങനെ വിശന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ദേഷ്യം വന്നിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ സോഹാർ ചിപ്സ് അത് പൊളിച്ചിട്ട് അവനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഞാൻ നടക്കണം. ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കൊടുക്കാറുണ്ട് അത് കഴിക്കാനായിട്ട്. എന്നിട്ട് വേണ്ടേ? എന്താ വേണ്ടേ? പാല് വേണോ? ബൂസ്റ്റിട്ട പാല വേണ്ടേ? ബൂസ്റ്റിട്ട പാല വേണ്ട? ഇത് പിന്നെ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകണിട്ട് മുന്നേ എന്നെ പാർലറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എടുത്ത് ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട് അതൊക്കെ. ഞാൻ അതൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണം എന്നൊക്കെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും വെള്ളമില്ല. അപ്പോൾ ഞങ്ങൾ ഏറ്റവും മുകളിലേക്ക് കയറിയിട്ട് ടാങ്കിൻ്റെ അത് ഓപ്പൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ചേട്ടൻ അടിയിലേക്ക് വെള്ളം വേണ്ടെന്ന് നോക്കാൻ പോയപ്പോൾ ഞാൻ ഇത് എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. ഏറ്റവും മുകളിലാണ് കേട്ടോ. അവിടെ നിന്നുണ്ടെങ്കിൽ എല്ലാം കാണും, എല്ലാ സ്ഥലവും കാണും. പിന്നെ ഞങ്ങൾ രാവിലെ പോയതാണ് കേട്ടോ. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈകുന്നേരമായി. ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. എന്നെ അവിടെ നിന്ന് കൊണ്ടുവരാൻ ചെയ്ത ചേട്ടൻ. പിന്നെ പിറ്റേ ദിവസമായി പോകണമെന്നായി. പിന്നെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല, രാവിലെ തന്നെ ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം പകൽ പോവൽ കുറവാണ്, മിക്കവാറും രാത്രി പോകാറ് ഞങ്ങൾ പുറത്തേക്ക്. അപ്പോൾ പകലിങ്ങനെ ഇറങ്ങിയപ്പോൾ ഒന്നും മനസ്സിലാവണില്ല എനിക്ക്. ചേട്ടന് പരിചയം ഉണ്ടാവും, എനിക്കങ്ങനൊന്നും മനസ്സിലാവണില്ല. ഇതങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ, അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക്. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്കും അനിയൻ പാക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടാ. ഒരുവിധം അവൻ നിറച്ച് വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ. 3 പേര് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ലഗേജ് നമുക്കുണ്ട്. ഓരോന്നോരോന്നായിട്ട് സെറ്റായി വരുന്നു. പിന്നെ വേറെ വീഡിയോ എടുക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങണ നേരത്താണ് കാറിൽ കയറിയപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത്. ആകെ തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ വരണ വഴിക്ക് ഞങ്ങൾ മസ്കറ്റ് എത്താനേ ആവണിട്ട് മുന്നേ ഒരു ലുലു ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി. വേറൊന്നും വാങ്ങാനൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടന് എന്തോ കൊടുക്കാണ്ടായിരുന്നു ഇവിടെ പേപ്പറുകൾ. അപ്പോൾ അതിന് വേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് അകത്ത് കയറിയതാണ് അങ്ങനെ. അപ്പം ഞങ്ങൾ കറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനിയൻ വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീടിനുള്ളിലേക്ക് കയറി.
പെട്ടെന്ന് ഇറങ്ങിയിട്ട് അധികം നേരം അവിടെ ചുറ്റി കളിച്ച് നിന്നില്ല. പിന്നെ നേരെ മസ്കറ്റ് എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. അവിടെ എത്തിയിട്ടുള്ളതാണിത്. അപ്പം നമ്മളിതിന് സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ പ്ലെയിന് ഇറങ്ങണതും കയറണതും ഒക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തേക്ക് എത്തിയപ്പോൾ അങ്ങനെ അടുത്ത് കൂടെ പ്ലെയിൻ പോകുന്നതൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ ഒരു പ്ലെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ. സലാമയർ അങ്ങനെ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് വെറുതെ കണ്ടപ്പോൾ അത് പോകുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് പോയില്ല, അവിടെ കിടക്കന്നെയായിരുന്നു. കുറേ നേരം നിന്നു ഒരെണ്ണെങ്കിലും അടുത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരെണ്ണം പറക്കണു. അങ്ങനെ പിന്നെ അത് കണ്ടപ്പോൾ സമാധാനമായി. പിന്നെ ചേട്ടൻ എന്നാൽ അത് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ലഗേജും കൊണ്ട് നടക്കണം ഉള്ളിലേക്ക്. തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത് ഈ നേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ രാത്രിയാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ആയിരുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നടക്കുമ്പോൾ അവിടെ അനിയൻ പോയിട്ട് മറ്റേ ടൈമും കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഏൽപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാനുള്ള സ്ഥലത്ത് പോയി. ഇതാണ് അവിടെ ഇരിക്കാനുള്ള സ്ഥലം, വെയിറ്റ് ചെയ്യണ സ്ഥലം ഇതാ. അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. എന്നാലും ഒരു കണക്കിന് ഞങ്ങൾ സ്ഥലമൊക്കെ ഒപ്പിച്ചു. ചേട്ടൻ അനിയനും പോസ്റ്റാണ്. ചേട്ടൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനിയൻ ഫോണിൽ ചാർജ് കഴിക്കണ വെച്ചിട്ട് അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെയൊക്കെ ഓരോ ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എടുക്കായിരുന്നു കേട്ടോ. ഇതവിടെ എത്ര രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും നമുക്കിവിടെ കഴിച്ച് തരും അവർ. ബാഗ് കൊടുക്കൽ, പിന്നെ ചെക്ക് ഇൻ ചെയ്യൽ, അങ്ങനെ എല്ലാം കഴിച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലേക്ക് പോയിട്ടാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഉള്ളിലേക്ക് പോണത് തന്നെ. അതുകൊണ്ട് എനിക്കൊരു എന്താ പറയുക, ഒരിതുപോലെ തോന്നി. പിന്നെ ചേട്ടനും അവനും എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അങ്ങനെ തപ്പി നോക്കണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ താങ്ങിക്കൊണ്ട് നടക്കണം കണ്ടപ്പോൾ ഹാൻഡ് ബാഗ് അത് ചേട്ടൻ ഒരു വണ്ടി കൊണ്ട് വന്നു, അതിൽ വെച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവനോട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ അവനോട് എടുക്കാൻ പോയി. അങ്ങനെ ഇത് കുറേ കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ വെറുതെ ഫോട്ടോ എടുത്തുന്നുള്ളൂ, ഫോട്ടോ അല്ല വീഡിയോ എടുത്തുന്നുള്ളൂ. ആൾക്കാരെന്തെങ്കിലും വിചാരിക്കാമോ എന്തോ, ദൈവത്തിനെ അറിയുള്ളൂ. എന്തേലും ആവട്ടെ. ഇവർ എന്തോരം എടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷനിൽ നടക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും. കല്യാണമല്ലേ, അപ്പോൾ നല്ലത് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട്. അങ്ങനെ പിന്നെ അവിടുത്തെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ ബില്ല് പേ ചെയ്യണു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ബാത്റൂമിലേക്ക് പോയി. അവിടെ പോയിട്ട് പിന്നെ അപ്പോഴത്തേക്കും തിരിച്ച് വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഗേറ്റ് നമ്പർ 2 ആണെന്ന് പറഞ്ഞു. പിന്നെ അത് തപ്പി നടക്കായിരുന്നു കേട്ടോ. ഇത് ബാത്റൂമിലേക്ക് പോകണതിൻ്റെ അടുത്താണ് കേട്ടോ. ഇത് ഞാൻ കണ്ടപ്പോൾ വെറുതെ എടുത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ നേരം തപ്പി നടന്നിട്ടാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. ഗേറ്റ് നമ്പർ 1, 3, 4 കണ്ടു. 2 മാത്രം കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ.
അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. ആ കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ പിന്നെ 10-20 മിനിറ്റിനുള്ളിൽ നമ്മളങ്ങോട്ട് കയറ്റിയിട്ടാണ് അവർ ഫ്ലൈറ്റിലേക്ക് ഉള്ളിലേക്ക് അവർ കയറ്റി. അതൊക്കെ എന്താണ് നമ്മുടെ ലഗേജൊക്കെ അവരോട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടൊക്കെയുണ്ട് കാർഗോയിൽ. പിന്നെ അത് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് നടക്കണ്ട. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള വീഡിയോ എടുത്തതാണ്. ചേട്ടനും പോകുന്നുണ്ട്, അനിയനും പോകുന്നുണ്ട്, ഞാൻ ബാക്കിൽ. അങ്ങനെ പിന്നെ സൈഡിൽ കാണുന്ന ആ ഫ്ലൈറ്റിൻ്റെ അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഞാൻ ഇതെടുത്തു. ഒമാൻ എയർ ഉണ്ട് നമ്മുടെ ഫ്ലൈറ്റ്, അതിലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം. അപ്പോൾ അവിടെ വെൽക്കം ചെയ്യാനൊക്കെ ഒരു എയർ ഹോസ്റ്റസ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഈ നാട്ടുകാരാന്ന് തോന്നുന്നു കണ്ടിട്ട്. ചെക്കിങ്ങിൻ്റെ സമയത്ത് എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു, ലഗേജ് കൂടുമോ. ഇത് വീട്ടിലേക്ക് പോകണതിൻ്റെ സന്തോഷത്തിലുള്ള ശരിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഓൾറെഡി ലഗേജ് നല്ല കൂടുതലായിരുന്നു, 3 ബാഗിലും. അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ ഏറ്റവും അറ്റത്താണ് നമുക്ക് കിട്ടിയ സീറ്റ്. അറ്റം വരെ നടക്കണമായിരുന്നു. ഇത് മറ്റേ ബിസിനസ് ക്ലാസ്സൊക്കെയാന്ന് തോന്നുന്നു. പിന്നെ എല്ലാ സീറ്റിൻ്റെ ബാക്കിലും ഇങ്ങനെ ടി വി ഉണ്ട് കേട്ടോ. ടി വി മാത്രമല്ല കേട്ടോ, ഒരു ബെഡ്ഷീറ്റും പിന്നെ ഒരു ഹെഡ്സെറ്റും അതുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. എന്തോ ഭാഗ്യവശാൽ എൻ്റെ ഹെഡ്സെറ്റ് അതിൽ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അതിൽ കുത്തിയിട്ട് എന്തൊട്ടൊക്കെ വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ലൊക്കേഷൻ ഇട്ടിരുന്നു, വീടെത്തണവരെ. വീടല്ല, എയർപോർട്ട് എത്തണവരെ, കൊച്ചി എയർപോർട്ട് എത്തണവരെ ലൊക്കേഷൻ ഇട്ടിരുന്നു എവിടെ വരത്തിയെന്ന് അറിയാനായിട്ട്. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കിടന്നുറങ്ങി ബോറടിച്ചിട്ട്. ചേട്ടനായിട്ട് ഇരുന്നിട്ട് ഏതൊരു സിനിമ കാണുന്നുണ്ട്, അപ്പുറത്തേക്കിങ്ങനെ സെക്കൻഡ് വേറെ എന്തോ വരുന്ന പാട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഫുഡ് വന്നപ്പോൾ ഒരു കുപ്പി വെള്ളം, ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സ്, പിന്നെ ബണ്ണ്, ബട്ടർ, ഒരു ജ്യൂസ്, ജാമ്, പിന്നെ സ്പൂണും മറ്റേ നൈഫൊക്കെ ഇല്ലേ അതൊക്കെ, പിന്നെ റൈസും ഊത്തപ്പല്ലേ അതാന്ന് തോന്നുന്നു, അറിയില്ല, അതും ദാലുകറിയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് വീണ്ടും ടി വി വർക്ക് ചെയ്യാത്ത ടി വി ആയ കാരണം പിന്നെ വലിയ കുഴപ്പമില്ല. അവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ എത്ര ഉയരത്തിലാണ് പോണത്, എവിടെ വരെ എത്തി, എത്ര സ്പീഡിൽ പോകണം, അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. മൂവീസിനെ നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒരുറക്കം കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഇതുണ്ട് നമ്മൾ വന്ന ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് മറ്റേ പാസ്പോർട്ടിൽ പതിപ്പിക്കില്ലേ, അതിന് വേണ്ടി നിൽക്കായിരുന്നു. ചേട്ടൻ്റെ കയ്യിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, മറ്റേ പാസ്പോർട്ട് എക്സ്പയർ ആവാനായി. അപ്പോൾ അതിൻ്റേതായത് അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം വൈകി, ഞങ്ങളുടെ 2 പേരുടെയും ഞാൻ കഴിഞ്ഞു. പിന്നെ അടുത്തത് ബാഗിന് വേണ്ടിയിട്ടായി വെയിറ്റിങ്. 1.5 മണിക്കൂറോളം നിന്നുണ്ടാവും. എന്താ ലേറ്റായി എന്നറിയില്ല, ഭയങ്കര ഡിലേ ആയിരുന്നു. ഒരു ബാഗ് കിട്ടി, 2 ബാഗ് കിട്ടി. പിന്നെ ഒരെണ്ണത്തിന് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കഞ്ഞിരുന്നു കുറേ നേരം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളോട് വന്ന എല്ലാവരും. അങ്ങനെ പിന്നെ അതൊക്കെ കിട്ടി, ഞങ്ങൾ അച്ഛനമ്മേനൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അവരെ കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ പോയി, സന്തോഷം കൊണ്ട്. നാട്ടിലെത്തിയില്ലേ. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് എവിടെയോ പൂയ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ കാവടിയൊക്കെ ആടണമെന്നില്ല, അങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകണ്ടല്ലോ ആ കാവടിയും. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. പിന്നെ
പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് എത്തിയിട്ട് കൂലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വേഗം തൃശ്ശൂർക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ പോണ വഴിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് അമ്മേനെ എടുക്കാനായിട്ട്. അപ്പോൾ പോയപ്പോൾ ഞാൻ എൻ്റെ ടെസ്സ കണ്ടിട്ടില്ലേ ഞാൻ വന്നത്. കണ്ട വഴിക്കവൾ മേത്തി കയറി, അവൾക്ക് മനസ്സിലായി. പിന്നെ അവൾക്ക് നിൽക്കളിയില്ല, അവളെ തുടർന്നും തലവടണം അതിനൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു അവൾ. ഞാൻ അടുത്തേക്ക് വരാത്ത എൻ്റെ കരച്ചിൽ വേറെ. ഞാൻ പിന്നെ വീഡിയോ എടുക്കുക എന്നുള്ള ഇതിൽ അവളുടെ അടുത്തേക്ക് പോയില്ല കേട്ടോ. പിന്നെ അടുത്ത് മേത്തൊന്നും പോകണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മ റെഡി ആയി നിൽക്കണ്ടായിരുന്നു, അത് അടുത്ത വീട്ടിൽ തന്നെയാളാട്ടോ. പിന്നെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു 8-8:30 എത്തി. അപ്പോൾ 2 കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയും 30ാമത്തെ, പിന്നെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 2 കേക്ക് ഞാൻ അവിടെ വെച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഇത്തേരെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം ഗുരുവായൂർ പോയി വന്നിട്ട് ഞങ്ങളെല്ലാവരും ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നിട്ട്, വലിയമ്മമാരും അച്ഛമ്മയും അമ്മാമ്മയും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടുള്ള സ്ഥിതിക്ക് കേക്ക് വാങ്ങിച്ച് ഞങ്ങൾ കട്ട് ചെയ്ത് അവരങ്ങനെ കേക്ക് കൊടുത്തു. അമ്മയ്ക്ക് നാണക്കേടായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ജൂനിയറാണ് കേട്ടോ. അപ്പോൾ അവൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രെയിമൊക്കെ. അപ്പോൾ 2 ഫോട്ടോ അയച്ചു കൊടുത്തു, അച്ഛൻ്റെ അമ്മയുടെയും പഴയ ഫോട്ടോയും കല്യാണത്തിൻ്റെ, പിന്നെ ഇപ്പോൾ അടുത്തൊരു ഫോട്ടോയും. അപ്പോൾ അത് അയച്ചു കൊടുത്തപ്പോൾ അവളെനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീട്ടിലേക്കാണ് വരുത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അത് ചേട്ടനെ കൊണ്ട് അനിയനെ കൊണ്ട് അത് കൊടുപ്പിച്ചു. പിന്നെ അങ്ങനെ അത് തുറന്നു. അവർക്ക് ഇഷ്ടമായി, ഒരു പ്രതീക്ഷ തന്നില്ല. അവർക്കാണെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനത്തെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അച്ഛനും കൈ കഴുകിയിട്ടൊക്കെ വന്നു. അപ്പോഴത്തേക്കും അനിയനെല്ലാവർക്കും കേക്ക് പങ്കുവെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ ആ നേരം കൊണ്ട് അത് പൊളിച്ച് കൊടുക്കണ്ടായിരുന്നു കേട്ടോ അച്ഛനമ്മയ്ക്കും. ഞങ്ങളും കണ്ടിട്ടില്ല കേട്ടോ, അത് അവർ തന്നെയാണ് ആദ്യമായിട്ട് പൊളിക്കണത്. അമ്മയ്ക്കിത് കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. അവർ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല, കേക്ക് കട്ട് ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഈ ഫോട്ടോ ഒരു തീരും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒപ്പിച്ച് കൊടുത്തു. അങ്ങനെ പിന്നെ ഉണ്ണിയോളും 3 കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ അച്ഛനത് എങ്ങനെ തുറക്കണ്ടേന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് കുഞ്ഞൻ വന്നിട്ട് തുറന്ന് കൊടുത്തു. രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ ഗിഫ്റ്റിൻ്റെ കൂടെയുള്ള ഫോട്ടോയും പിന്നെ ഉണ്ണികളുടെ കൂടെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത കേക്ക് മുറിക്കാനായിട്ട് നിന്നു കേട്ടോ, ആ ചേട്ടൻ്റെ പിറന്നാളിൻ്റെ കേക്ക്. പിന്നെ അത് അച്ഛനമ്മയും ചേട്ടനും കൂടിയിട്ട് അത് മുറിച്ചു. കേക്കിൻ്റെ കാര്യം ചേട്ടൻ അറിയായിരുന്നു കേട്ടോ, ഞാൻ ഓർഡർ ചെയ്തിരുന്ന ചേട്ടൻ അറിയായിരുന്നു. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്, നമുക്ക് അവരുടെ കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞേ. ഇതിൻ്റെ കാര്യം ചേട്ടൻ അറിയണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കേക്കൊക്കെ അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടല്ല കേട്ടോ ചേട്ടന് കൊടുത്തു. പിന്നെ വലിയമ്മമാർക്കും അനിയനും എനിക്കും എല്ലാവർക്കും കേക്കൊക്കെ തന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു ഫോട്ടോ അതേപോലെ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഫ്രണ്ടിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മാമ്മയും കൊടുത്തു കേട്ടോ, അമ്മയും കേക്ക് കൊടുത്തു. അങ്ങനെ പിന്നെ ഞാനും അച്ഛൻ്റെ നിന്ന് കേക്ക് വാങ്ങിയിട്ട് കുറച്ച് 2 വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ചേട്ടന് അതിനെ കൊടുത്തു ഗിഫ്റ്റ്. ചേട്ടൻ ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേ ആഘോഷിക്കാറൊന്നുമില്ല കേട്ടോ, ആഘോഷിക്കലൊക്കെ കുറവാണ്. ഇതൊരു സസ്പെൻസ് ആയിരുന്നു കേട്ടോ ഈ ഗിഫ്റ്റ്. ഞാൻ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ കുറേ തപ്പി ചെയ്തു. ഞാൻ ചെയ്തല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ ചെയ്തു തന്നതാണ്. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ പിന്നെ ചേട്ടനത് പൊളിക്കണം, അതിൻ്റെ പണിത്തിരക്കില്ല.
അങ്ങനെ പൊളിച്ച് കയ്യിലെടുത്തു. ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ, കാരണം ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി ഇത്. പക്ഷേ ഞാനാന്നുള്ളത് ആർക്കും അങ്ങനെ കത്തിയിട്ടില്ല, ഞാനൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും നല്ല വ്യത്യാസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കിട്ട് ഇത് ആരാന്ന്, ഞാൻ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുത്തു. ഫോട്ടോ ഞാൻ അവസാനം കൊടുക്കാം കേട്ടോ. അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ഫോട്ടോയും എൻ്റെ ഫോട്ടോയും, എൻ്റെ ഫോട്ടോ അല്ല, ഞാൻ ചേട്ടൻ്റെ പിറന്നാൾ കൊടുത്ത ഈ ഫ്രെയിമല്ലേ, അത് രണ്ടും ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അമ്മ അതിശയിച്ച് നോക്കുന്നുണ്ട് 2 ഫോട്ടോയും. അച്ഛനമ്മയ്ക്കും കൊടുത്തത് പിന്നെ ഇതാണ് കേട്ടോ, പണ്ടത്തെ കല്യാണത്തിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോയും വെച്ചിട്ട്. ഇത് ചേട്ടന് ഞാൻ കൊടുത്തതാണ്. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാം അടുത്തത്. അപ്പോൾ ഓക്കെ, ബൈ.